ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിന്റെ മൂന്നാമത്തെ ഭാഗമാണിന്ന്. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറുനാരങ്ങ അച്ചാറാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് ഇവിടെ നാരങ്ങ അച്ചാർ എടുക്കുന്നത് ഇതയം നല്ലെണ്ണയാണ്. ഇതയത്തിലോ ഏതെങ്കിലും നല്ലെണ്ണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതയം നല്ലെണ്ണ, നമ്മൾ അതുകൊണ്ട് അതങ്ങോട്ട് ഒഴിക്കുന്നു. ഓയിൽ നല്ല വെണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലൊരു തവി കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പോലെ പൊട്ടി കഴിയുമ്പോൾ നമ്മളുടെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട്, നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് ഇത് 4 പച്ചമുളകുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ബ്രൗൺ നിറമാവണം വെളുത്തുള്ളി. നമ്മളിവിടെ മുളക് പൊടി ചേർക്കാതെ ഈ അച്ചാർ വെള്ളയ്ക്കാണ് ഇടുന്നത്. ഈ ഒന്ന് ശകലം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല പോലെ കൊണ്ട് ചുമന്ന് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ വേണേൽ നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വറ്റൽമുളക് അങ്ങനെ വെളുത്ത നാരങ്ങ അച്ചാറിന് ഇടാറില്ല. ഇടുന്നവർക്ക് ഇടാം, കുഴപ്പമില്ല. തീ കുറച്ച് വെച്ചേക്കുവാണേ, എന്നുവെച്ചാൽ പച്ചമുളകൊക്കെ ഒന്ന് വാടണം. തീ കൂട്ടിയിട്ടാൽ നമ്മുടെ വെളുത്തുള്ളി പെട്ടെന്ന് അങ്ങ് ചുമക്കും. തീ കുറച്ച് വെച്ചേക്കുക. ഒന്ന് നല്ലപോലെ ഒന്ന് വാടി, നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുള്ളേ, ഇച്ചിരി മഞ്ഞ നിറം വേണം. നമ്മളാണ്ട് ഇത്രയും ഒരു മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് പിന്നെ വേണം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അങ്ങനെ ഈ അച്ചാറിന് സാധാരണ വിനാഗിരി ചേർക്കാറില്ല. ഈ ഒടിച്ചുകുത്തി നാരങ്ങ വെച്ചാൽ വലിയ നാരങ്ങ ഉണ്ടല്ലോ, കറി നാരങ്ങ, അതിന് സാധാരണ അങ്ങനെ ഞാനങ്ങനെ ചേർത്തിട്ടില്ല. നമ്മൾ ഇവിടെ ഇത്രയും നാരങ്ങ, ഒരു നാരങ്ങ അരിഞ്ഞപ്പോൾ നമ്മൾക്കാണ്ട് ഇത്രയും കിട്ടും. നമ്മളതിൻ്റെ തോലൊക്കെ നല്ലതായിട്ട് കളഞ്ഞ് എടുത്ത് അരിഞ്ഞ് വെച്ചേക്കുക. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് നാരങ്ങ ഒന്ന് ചൂടാകട്ടെ. ഒത്തിരി ദിവസമൊക്കെ വെച്ചേക്കാനാണെങ്കിൽ നമുക്കിത് ചൂടാവാതെ വേണേലും ഇട്ട് കൊടുക്കാം നാരങ്ങ. ഇതിങ്ങനെ ഇരുന്ന് ആ അരപ്പിന്റെ ചൂടിനകത്ത് അത് കറക്റ്റ് ആയിക്കോളും. നമുക്ക് ഒത്തിരി ദിവസം വെച്ചേക്കാനൊന്നുമില്ല. നമുക്ക് ഓണമൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ കൂടുതലും പായസത്തിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഈ അച്ചാർ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാ നാരങ്ങ മേടിച്ച് ചുമപ്പിന് അച്ചാറിടും. ഇത്രയൊക്കെ ചൂടായാൽ മതി. ഇനി നമുക്കത് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അണയ്ക്കാം. തീ അണച്ച് വെക്കാം. ഇപ്പം നമ്മൾ നോക്കിയപ്പം ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി ഇതൊന്ന് ചെത്തിയെടുക്കുന്ന താമസമുള്ളൂ. ഇതിന് വെള്ള തോലില്ലാതെ ഒന്ന് ചെത്തിയെടുക്കാൻ താമസമേ ഉള്ളൂ. നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിത് കൂട്ടി തുടങ്ങാം. കാരണം നമ്മളാണ്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഈ നാരങ്ങ ഇടാണ്ട് ഈ തോലൊക്കെ ഇങ്ങനെ അങ്ങ് റെഡി ആയിക്കോളും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഒടിച്ചൂത്തി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഇത് നമ്മുടെ ഓണർ റെസിപ്പികളാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. പൊന്നിതൾ പൂവേ പൊന്നാര പൂവേ പൊന്നാവണിയാ.